ആരാ ഇവിടെ ഒരു പോറ്റി? ഞാനാണ് പോറ്റി. ഓഹോ, താനാണ് പോറ്റിയല്ലേ? അതെ. താന് ഈ സ്ഥലവും ഹോട്ടലും ഒക്കെ വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ശരിയാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത്? കച്ചവടം പൊളിഞ്ഞു. പണത്തിന്റെ വിഷമം കൊണ്ടാ വിൽക്കുന്നത്. ആ, ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ എനിക്കൊന്ന് കാണാമോ? കാണാമല്ലോ, വന്നാട്ടെ. ഏതാ ഇവര്? എന്റെ ഭാര്യയാണ്. ഓ, ഭാര്യ അല്ലേ? പാവം. ഏതായി കുട്ടികള്? എന്റെ മകളുടെ കുട്ടികൾ. മോക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 2 ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. ഏതായി സ്ത്രീ? ഇവളെന്റെ മോളാണ്. ഇവിടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ ഇവളെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പോയി. മിടുക്കൻ. അമ്മേ, ആ വന്ന ആളെ അമ്മ ശ്രദ്ധിച്ചോ? എന്താ മോളെ? പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവനല്ലേ അത്? അയ്യോ, ശിവൻ എവിടെ കിടക്കുന്നു? ഈ സാർ എവിടെ കിടക്കുന്നു? ഇതേതോ വലിയ മലയാളിയാ. ഞാൻ എന്റെ മാനേജരെ അയക്കാം. ഓ, വില നിശ്ചയിച്ച് പണം വാങ്ങിക്കോളൂ. പക്ഷേ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നെന്ന് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഞങ്ങൾ ഇറങ്ങിത്തരാം. നാളെയോ മറ്റന്നാളോ ചെറിയ ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ഒരുപാട് കടമുണ്ട്. ജീവിതത്തിൽ പലർക്കും പല കടങ്ങളും കൊണ്ട് പറ്റി. ഞാനും എന്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ. നല്ല ആളാ. ഇതെവിടെ പോയിരിക്കായിരുന്നു? നാട് വരെ ഒന്ന് പോയി. എന്നോടൊരു വാക്കുപോലും പറയാതെയാണല്ലോ പോയത്. 3-4 ദിവസമായി ഞാൻ ഉറങ്ങിയേയില്ല. ഞാൻ എന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ കടം വീട്ടിയിട്ടാണ് വരുന്നത്. പോറ്റിയുടെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. എന്റെ മുഖത്ത് തൊഴിച്ച ഓരോരുത്തരെയും എനിക്കൊന്ന് കാണണം, കണ്ട് പകരം ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ശിവേട്ടൻ ഇവിടെ ഇല്ലേ? ഉണ്ട് ചേച്ചി, വരൂ. ഇതാരാ വന്നിരിക്കുന്നത് നോക്ക് ശിവേട്ട. കണ്ടു. രുക്മിണി ഇവിടെ. ഒന്ന് കാണാൻ, എന്റെ ശിവേട്ടനെ ഒന്ന് കാണാൻ. ആ ശിവൻ മരിച്ചുപോയി. ശിവേട്ടാ, Shut up. എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നത്? എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ് ശിവേട്ട. മറ്റ് സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങോട്ടാണോ പോരുന്നത്? സ്ഥലം കണ്ടെത്തണം. ഞാൻ കണ്ടെത്തിയില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വേലക്കാരിയായിട്ടെങ്കിലും കഴിഞ്ഞോളാം ശിവേട്ട. വേണ്ട, നീ ബന്ധങ്ങൾ അന്വേഷിക്കുന്നവളാണ്. നീ നിന്റെ പഴയ ശിവേട്ടനെ ഇതുവരെ മറന്നിട്ടില്ല.
ഞാൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞു. എനിക്കൊന്നും ഓർത്തിരിക്കാൻ നേരവുമില്ല. അന്നൊരിക്കൽ ഞാൻ ശിവേട്ടനെ ധിക്കരിച്ചു പോയില്ലേ? കോൺവെന്റിൽ വളർന്ന എന്റെ കുഞ്ഞിനെ കാണാനാണ് പോയത്. എന്റെ മോൾ മരിച്ചുപോയി. എല്ലാവരും കൂടെ എന്നെ ഉപേക്ഷിച്ച് പോവാണോ ശിവേട്ട? സഹതപിക്കാൻ എനിക്ക് നേരമില്ല. സഹായിക്കാൻ നമ്മൾ തമ്മിൽ കടപ്പാടുമില്ല. മറ്റൊരാൾ കൂടി ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടവുമല്ല. ശിവേട്ട, എല്ലാം നഷ്ടപ്പെട്ട ചേട്ടന്റെ രുക്മിണിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. നഷ്ടപ്പെട്ടവരുമായി ഈ ശിവന് ബന്ധമില്ല. നിനക്ക് പോവാം. ശിവേട്ട, ഗെറ്റ് ഔട്ട്. പോട്ടെ സോഫി ചേച്ചി, പോട്ടെ മോളെ, സാരമില്ല മോളെ. ஓ சொந்த ஆവശ്யத்துக்கு இவ்வளவு ரூபா செலவாச்சு நீ சொன்னா நான் நம்ப மாட்டேன். நான் அவ்வளவு ஃபூலா? நான் தான் அந்த பணத்தை பாக்கலன்னு சொன்னேனே. 5000 10,000 பரவாயில்லை, இது லட்சம் ரூபாயாக்கும். அது எங்க போச்சு? உனக்கு தெரியாம அந்த ரூபாய் இந்த வீட்டில் எங்க போச்சு? எனக்கு தெரியாது. அப்படின்னா எனக்கு தெரியும். அப்படின்னா ஏன் என்கிட்ட கேக்குறீங்க? நீ அவனுக்கு கொடுத்திருக்கு. எவனுக்கு? என்ன விளையாடுறியா? எனக்கு ஒண்ணுமே தெரியாது நீ நினைச்சிட்டு இருக்கா? நீ எங்க எல்லாம் போறேன்னு எனக்கு தெரியும். நீ யார் கூட எல்லாம் போறேன்னு எனக்கு தெரியும். ஒரு பொண்டாட்டி செய்யக்கூடிய காரியமா செஞ்சுட்டு இருக்க. ஒரு கணவன் செய்யக்கூடிய காரியமா நீங்க செய்யறீங்க? ஆமா, நீங்க எனக்கு யாரு? அது இன்னும் உனக்கு தெரியாதா? அதுதான் இன்னை வரைக்கும் எனக்கு புரியாத சமாச்சாரம். மதுரையிலயும் கோயம்புத்தூர்லயும் உங்களுக்கு வெப்பாட்டீங்க இல்ல? நீங்க எதுக்காக அடிக்கடி பாம்பே போறீங்க? அந்த சிவனை குத்தம் சொல்றீங்களே, நேத்து ராத்திரி அந்த சிவன் வீட்டுல தானே நீங்க தூங்குனீங்க. அந்த சோஃபி என்ன உங்களுக்கு பொண்டாட்டியா? கணவன் செய்யக்கூடியதெல்லாம் பொண்டாட்டி செய்யக்கூடாது. நீங்க சொன்னதுடைய அர்த்தம் எனக்கு புரியல. நீ ஒரு பொம்பளை, அதான் நான் சொன்னதுக்கு அர்த்தம். அப்போ ஆம்பளைங்க என்ன வேணாலும் செய்யலாம் இல்லையா? உங்ககிட்ட பேசி ஜெயிக்கிறதுக்கு இல்ல நான் பேசுறது. அவனை பிடிச்ச போலீஸ்ல கொடுப்பேன். யாரு? அவனே, சிவனே. உன்னையும் உன் கள்ள காதலையும் என்ன செய்யணும்னு எனக்கு தெரியும். போலீஸ கூப்பிடுங்க. இந்த ரூமுக்குள்ள சில புஸ்தகங்கள் இருக்கு, யாருக்குமே தெரியாத சில புஸ்தகங்கள், இன்கம் டாக்ஸ் காரங்களுக்கு தெரியாம கள்ளக்கணக்கு எழுதி வச்சிருக்கிற புஸ்தகங்கள். இதெல்லாம் போலீஸுக்கு தெரிஞ்சா ஜெயிலுக்குள்ள போறது நீங்களா நானான்னு பார்க்கலாம். போலீஸ கூப்பிடுங்க. இந்த கணக்கெல்லாம் நீங்க போலீஸ் கிட்ட சொல்ல முடியுமா? நான் சொல்றேன். மட்ராஸ்ல பெரிய வைர வியாபாரி ராமலிங்க செட்டியாருடைய பொண்டாட்டி கதையும் அவங்களுக்கு தெரிய வேண்டாமா? தெரிஞ்சா வெக்கக்கேடு உங்களுக்கா எனக்கா? ஏன் போன கீழே வச்சுட்டீங்க? தைரியம் இருந்தா போலீஸ கூப்பிடுங்க. என்ன வேணும் இங்க? நீ யார பாக்குறதுக்கு வந்த? അങ്ങേ അല്ലാതെ പിന്നെ ആരെയാ എനിക്കിവിടെ കാണാനുള്ളത്? என்ன பாக்குறதுக்கு மட்டும் வந்த? நன்றி கெட்ட நாயே, உன்னை இந்த வீட்டுக்கு வரவழைச்சு இந்த நிலைமையில் ஆக்கிறது என் வீட்டிலே, என் பெட்ரூமிலே, என் பொண்டாட்டி கூட படுக்கிறதுக்கு. இனிமே நீ இந்த வீட்டுல வரக்கூடாது. நான் உன் வீட்டிலே வரமாட்டேன். ஜாக்கிரதையா இருக்கணும். இல்ல ஒரு சவம் டெட் பாடி மദ്രാസിലെ ஏதாவது குப்பையில கிடப்பேன். Get out!
ஹலோ, ஆமாங்க, நான் கமலம்மா பேசுறேன். ம்? ஆகட்டும், சரி, ஆகட்டும், அப்படியே செய்றேன். சரி. കമലു, 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 നെഞ്ചു വലിക്കുന്നപ്പ അമ്മ, അമ്മ, കമലു. ചെട്ടിയാര് മരിച്ചു. ഓഹോ, ഒരസുഖം ഉണ്ടായിരുന്നില്ല, ഉറങ്ങാൻ വേണ്ടി കിടന്നതാ. അപ്പോ അമ്മ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ഉടനെ ക്ഷീണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ആള് പോയി. ഡോക്ടർ വരുന്നതിന് മുമ്പ് ചെട്ടിയാര് മരിച്ചു. അപ്പയ്യ എന്തിനാ വിഷമിക്കുന്നത്? എല്ലാരും മരിക്കും. ചെട്ടിയാർ ഒരു വിഡിത്തം കാണിച്ചിട്ടാ മരിച്ചത്. നിങ്ങളെപ്പോലെ കരയാൻ കുറെ ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഞാൻ മരിച്ചാൽ ആരും കരയില്ല. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ബന്ധുക്കളില്ല, ബന്ധങ്ങളില്ല. വേഗം ചെല്ല. അയ്യോ, ഞാൻ എന്തിനാ വരുന്നത്? അവരൊക്കെ വലിയ ആൾക്കാർ. അവിടെ എന്നെ പോലുള്ളവർക്ക് എന്താ കാര്യം? അതിനുള്ള നിലയും വില എനിക്കുണ്ടോ? അപ്പയ്യ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. കഷ്ടമായി പോയി ശിവേട്ട. മദ്രാസിൽ നമുക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ആരെങ്കിലും ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ജീവിക്കണം, അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. ശിവേട്ടൻ തീരെ മനുഷ്യത്വം ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ജീവിക്കണമെങ്കിൽ അതില്ലാതിരിക്കുക നല്ലത്. ഇവിടെ ആർക്കാ മനസാക്ഷിയുള്ളത്? ശിവേട്ടൻ അവിടം വരെ ഒന്ന് പോകുന്നില്ലേ? പോകണം, പോകും. സോഫി, എന്താ ശിവേട്ട? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ സോഫി ഞെട്ടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് എനിക്കറിയാം, എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം. ഇവിടം വരെ എത്തി.
രുക്മിണിയിൽ നിന്നാണ് എന്റെ വളർച്ച ആരംഭിച്ചത്. അതിനാക്കം കൂട്ടിയത് നീയാണ്. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. രുക്മിണിയും അന്ന് ഇങ്ങനെയാ വിളിച്ചത്. ചെട്ടിയാര് മരിക്കുന്നതുവരെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ശിവേട്ടനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. സോഫി, നിനക്കൊന്നും തോന്നരുത്. രുക്മിണിയുടെ വളർച്ച അവസാനിച്ചപ്പോ അവളുമായി ഞാൻ കണക്ക് പറഞ്ഞു പിരിഞ്ഞു. നിന്റെയും വളർച്ച അവസാനിച്ചു. എന്റെ വളർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കും നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ടനെ വിശ്വസിച്ചാണ് ശിവേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്തത്. ശിവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഞാൻ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഇതേ ചോദ്യമാണ് രുക്മിണിയും ചോദിച്ചത്. അവള് പോയില്ലേ? അവള് ജീവിക്കുന്നില്ലേ? അതുപോലെ നീയും ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നീ ചോദിക്കുന്ന എന്തും തരാം. പക്ഷേ എന്നെ മാത്രം ചോദിക്കരുത്. രുക്മിണി ഇറങ്ങിപ്പോയ വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്കും അത് തന്നെയാണ് വഴി. യാത്ര പറയാൻ ഇനി എന്നെ കാണണമെന്നില്ല. കരയാതിരിക്കൂ. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. என்ன இருந்தாலும் அவர் என் கணவர் தானே. அவரை நான் ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? எனக்கு இனிமே யாரு இருக்காங்க சிவா? இனிமே எனக்கு எல்லாமே நீதானே. ഞാനുണ്ട്. എന്റെ കമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്ക് എന്നെ വിശ്വസിക്കാം.